ഇവിടെ ഞങ്ങളുടെ ഒരു പഴയ സൈക്കിള് പൊട്ടി പിടിച്ചിരിക്കുന്നതാണ്. 2 വർഷമായിട്ട് യൂസ് ചെയ്യാത്ത സൈക്കിള് ഈ കോലത്തിൽ എല്ലാം 2 ടയറും അഴിച്ച് അതിനകത്ത് സ്കൂളിപ്പിച്ച് കൂട്ടപ്പനാക്കുന്നുണ്ട്. ഇനി ഇത് പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഫുള്ള് ചെയ്യുന്നത് ഈ മൊട്ടപ്പടേന. ഇതൊക്കെയായിരുന്നു നമ്മുടെ പണി. ആഴ്ചയിൽ ഒരു ദിവസം എന്റെ സൈക്കിൾ ഞാൻ അടിക്കും വെറുതെ. ഭയങ്കര മടിയാണ് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. പിന്നെ എനിക്ക് അയക്കാറില്ല. പക്ഷെ എന്റെ ഒരു സാധനമില്ല, ടൂൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ വേണം, ഗ്രീസ് വേണം. പിന്നെ ഇത് ചില പണ്ടത്തെ സൈക്കിൾ വെച്ചില്ല, അതിന്റെ ഒരു സ്പെഷ്യൽ ടൂൾ ആണ് അത് അയക്കാനായിട്ട്. ഏതയക്കാൻ? ഇതയക്കാനായിട്ട് പെട്ടെന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഗൂഗിളെന്നാണ് പറഞ്ഞത്. അറിയില്ല, അവിടെ കിട്ടും. ഇത് മേടിക്കാൻ കിട്ടുന്ന അറിയില്ല. ഷോപ്പുകളിൽ ഓൺലൈനാണ് മേടിക്കുന്നത്. ടയറുകളുടെ ഒക്കെ കോലിങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ സൈക്കിളെടുത്ത് പോവാൻ നിൽക്കാണ്. ഇതാണ് ഇപ്പം സൈക്കിൾ തുടച്ച് കുട്ടപ്പനാക്കി സീറ്റൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോവാണ്. കമോൺ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സീറ്റ് ചെരിയണ ഒച്ച കേട്ട് അങ്ങനെ റൈഡിങ് ആണ്. അയ്യോ, അവിടെ വിനോദ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ മറ്റേ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ടും പോയി എന്താ ചുറ്റി വരണേ? അയ്യോ, ഞാൻ ഒറ്റ ഒരു കൈ ഉള്ളോട്ട് എനിക്ക് വായോ. നമ്മുടെ കയ്യിൽ അങ്ങനെ 2 സൈക്കിൾ ഉണ്ടായിരുന്നു. 2ൻ്റെ അവസ്ഥ ഒരേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ കുത്തിയിരുന്നു വിനാട്ടിന് അത് 2ഉം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 2 സൈക്കിളും കൊണ്ട് നമ്മളങ്ങനെ റൈഡിന് ഇറങ്ങിയേക്കാണ്. കുറേ നാളായി വിചാരിക്കുന്നു പോകണമെന്ന്. അങ്ങനെ അതിന് ഈ വീക്കെൻഡ് നമുക്ക് സാധിച്ചു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നമ്മളുടെ ഒരു വീക്കെൻഡ് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ, മാക്സിമം ഒരു ഹാഫ് ആൻ അവർ, ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുവരെ ഹാപ്പി ആയിരിക്കും കേട്ടോ.